Good afternoon, to all of you. വിശുദ്ധ വിവാഹ കൂദാശ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ വിവാഹ ശുശ്രൂഷ നവീനും ദിയായും തമ്മിലുള്ള ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ലിറ്റർജി പ്രകാരമാണ് നടത്തപ്പെടുത്തുന്നത്. മാർത്തോമ സഭ AD 52 മലങ്കരയിൽ കർത്താവിൻ്റെ ശിഷ്യനായ തോമസ് ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭയിലെ ഒരു സഭ ആകുന്നു. ഈ വിശുദ്ധ വിവാഹ കൂദാശ ശുശ്രൂഷ 2 ഭാഗമായി നടത്തപ്പെടുന്നു. ആദ്യത്തെ ഭാഗത്ത് മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ, which is the service of the blessing of the wedding ring, the service of the betrothal, the engagement. രണ്ടാം ഭാഗത്ത് കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ, the blessing of the crown, in which Naveen and Dia are crowned as husband and wife of their household. ഈ ശുശ്രൂഷയിൽ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ സംബന്ധിക്കുക. മൊബൈൽ ഫോൺസൊക്കെ സ്വിച്ച് ഓൺ ചെയ്ത് വയ്ക്കുകയും ഇതൊരു വിശുദ്ധ ആരാധനയാണ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദിയായ്ക്കും നവീനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ എല്ലാവരും സംബന്ധിക്കുക. Kindly participate in this worship service as it is a worship service. Switch off your mobiles and pay complete attention to this worship service. Continue to pray for Naveen and Dia, for blessings of God upon them and upon this worship service. The service will be led by Baiju Thomas Achan. I welcome Baiju Thomas Achan in the name of Emmanuel Marthoma Parish, Houston. And also I extend a very hearty welcome to one and all gathered here in the name of Emmanuel Marthoma Parish, Houston. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. അതിനെ തുടർന്ന് ഒന്നാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കും. ആരാധന മലയാളം സർവീസിലാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതേ, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞുപോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ വബുകുലുസ്ബാൻ ലവൽമീൻ. വാനോർ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ, എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ, തൽസേവകരായി തിരുമുൻപിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ. തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്ദ്യൻ. വാനോർ ഭൂവാസികൾ വന്ദി ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന്
ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തൻ്റെ രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുകളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തൻ്റെ അടിയാറുടെ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്ത വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കന്യാവ്രതവും വെടുപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹം നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളോവേ, അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യം ഇവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഇവർ കരേറ്റുമാറാകണമേ. കുലസ്ബാൻ ലവൽമേ. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന
പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. മണവാള നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തോടു കൂടെ കൃപയും തന്റെ കരുണയും വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാക. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. മണവാട്ടി വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ ഈ മോതിരത്തെ സ്വീകരിക്കാം. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തൻ്റെ മശിഹ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണരാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കൂടെ ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനൊരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഒളിവാം മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നും ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കുന്നേ, വിഗ്രഹഭക്തി ചുറ്റിച്ചെന്നെ. കഷ്ടം വഞ്ചകനാം ദുഷ്ടന്
രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തിതാൻ മാംസം രക്തം മോദീരമായി ഇട്ടു തന്നാൽ വീരലിന്മേൽ മണവാളൻ താൻ സൂര്യനോപ്പം മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ വിരുന്നാ സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിനൊരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1 30 1 60 1 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീഹ രാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Congregation may be seated. മോതിരം വാഴ്വിൻ്റെ 1ാം ഭാഗ ശുശ്രൂഷ ഇവിടെ പൂർത്തിയാകുന്നു. 2ാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും പ്രത്യേകമായി ഈ പ്രിയപ്പെട്ട വധൂവരന്മാർക്ക് വേണ്ടി നവന് വേണ്ടിയും ദിയായിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ ഈ സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തെ സംബന്ധിക്കുന്ന ദൈവികമായ ചിന്തകൾ ദൈവവചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പ്രകാരം ഇന്ന് ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെടുവാനായിട്ട് നവീനും ദിയായും ഈ ദൈവാലയത്തിൽ ഒരുമിച്ച് വന്ന് നിൽക്കുന്നുവല്ലോ. ക്രിസ്തീയ വിവാഹ ശുശ്രൂഷ ഒരു കൂദാശയാണ്. എല്ലാ കൂദാശകളും യേശുക്രിസ്തുവിനോട് ചേരുന്ന അനുഭവമാണ്. ഈച്ച് സാക്രമെന്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ജോയിനിങ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. വിശുദ്ധ മാമോദീസായിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടുക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നതുപോലെയുള്ള ക്രിസ്തുവിനോട് ചേരുന്ന അനുഭവമാണ് ക്രിസ്തീയ വിവാഹ കൂദാശ. വാസ്തവത്തിൽ ഇന്ന് നവീൻ ദിയ എന്ന് 2 പേർ ഇവിടെ അവസാനിക്കുകയാണ്. നവീൻ ബിക്കംസ് ആൻ ഹസ്ബൻഡ്, ദിയ ബിക്കംസ് എ വൈഫ്. യു ആർ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ മെഗാ ഇവൻറ്റ് ഓഫ് ദിസ് സാക്രമെൻറ്റ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ പുതിയൊരു മനുഷ്യനും പുതിയൊരു വനിതയുമായി തീരുകയാണ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന, ചേർന്നിരിക്കുന്ന, പുതുതായിരിക്കുന്ന വ്യക്തിത്വങ്ങളായിത്തീരുന്നു. ഇന്നലെ വരെ, ഈ കഴിഞ്ഞ നിമിഷം വരെ നിങ്ങളായിരുന്നത് പോലെയല്ല, പിന്നെയോ പുതിയ സൃഷ്ടികളാണ്. യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ പുതിയ സൃഷ്ടികളായിത്തീരുന്നത്. സകലത്തെയും പുതുക്കുന്ന പരിശുദ്ധാത്മാവാണ് നബിനെ ഒരു ഹസ്ബൻഡായി, ദിയയെ ഒരു വൈഫായി രൂപാന്തരപ്പെടുത്തുന്നത്. This is a very mysterious transformation that takes place with the grace of God and the work of the Holy Spirit. That's why this is a sacrament. This is a worship. This is a service. യേശു ക്രിസ്തുവിൽ ഒന്നായി തീരുവാനായി നിങ്ങൾ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദാമ്പത്യം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദാമ്പത്യമാണ്. Family appointed by the will of God. Family is an institution or the relationship which is appointed by the will of God, not you to each other selected. Probably you may think so. It might have happened in that way, but it is not without the control and the will of our Lord. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട ദമ്പതികളായിട്ടാണ് നിങ്ങൾ കണ്ടുമുട്ടിയതും വിവാഹത്തിനായി തീരുമാനിച്ചതും ഇന്ന് ഈ ദൈവസന്നിധിയിലൂടെ അടുത്തു വന്നിരിക്കുന്നത്. ദൈവം ലോകത്തെയും കുടുംബത്തെയും സൃഷ്ടിച്ചതിനെക്കുറിച്ചുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ വിവരണങ്ങൾ നമ്മൾ ദൈവവചനത്തിലൂടെ വായിക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തമ്പുരാൻ അവൻ്റെ മുമ്പാകെ ആ സമയത്ത് ഈ ലോകത്തിലുണ്ടായിരുന്ന സകല സൃഷ്ടികളെയും വരുത്തി.
to see that if man would choose any of this creation, any of this animal to be his partner, and he did not choose. So it was then God's turn. So God made man to have a deep sleep. Then he took his own bone and created family and brought his wife face to face with him. So it is no more human choice, it is divine choice. So you are brought into this relationship by that great divine choice. So praise God for this relationship, and praise God that it's not you yourself chose, but it is God who chose each other for you. അതുകൊണ്ട് കുടുംബം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കുടുംബമാണ്. ഫാമിലി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതെപ്പോഴും ഓർത്തുകൊള്ളണം എന്നുള്ളത് ഏറ്റവും അനിവാര്യമാണ്. എൻ്റെ സ്നേഹിതനായ ഒരു പട്ടക്കാരൻ ഒരിക്കൽ പറഞ്ഞു, അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും 50-ാം വിവാഹ വാർഷികം കൊണ്ടാടുകയാണ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇവൻറ്റ്, 50th വെഡിങ് ആനിവേഴ്സറി. അച്ഛനെ കൊണ്ടുപോകാനായിട്ട് അങ്കിൾ കാറുമായിട്ട് വന്നു. കാറിൽ കയറി വീടിൻ്റെ ഗേറ്റ് കടന്നപ്പോൾ അങ്കിള് വളരെ കാര്യമായിട്ട് അച്ഛൻ്റെ ചെവി പറഞ്ഞു, എൻ്റെ അച്ഛ എത്ര വേറെ നല്ല ആലോചനകൾ വന്നതാണെന്നറിയാമോ, 50th വെഡിങ് ആനിവേഴ്സറി, ബട്ട് സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ദി അതർ ഓപ്ഷൻസ്. Not that kind of relationship. This is God-appointed relationship. With all the limitations, with all the shortcomings, with all the mistakes, this is God-appointed relationship. You are called into a divine-appointed relationship. In order that you may complement each other, ഒരാളുടെ കുറവിനെ മറ്റൊരാൾ നികത്തിക്കൊണ്ട് ഒരു ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് ദൈവം തമ്പുരാനാൽ നിയോഗിക്കപ്പെട്ടതാണ്, ദൈവം തമ്പുരാൻ വിളിച്ച് ആക്കിയതാണ്. ഒന്നായിത്തീരുന്ന ദാമ്പത്യം, ദൈവത്തിൽ ഒന്നായിത്തീരുന്ന ദാമ്പത്യം. ഫാമിലി അപ്പോയിൻറ്റഡ് ടു ബി വൺ ഇൻ ഗാഡ്. Family appointed to be one in God. All over the world, including in America, everybody is talking about equality. But in Christian principle, you have to think about unity, right? So you are called to be united and to become one flesh. It is written in the Bible that so that man shall leave and cleave to his wife, and they will become one flesh, no more two. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, this is a death time. The individuals died and a husband and wife, a family is born. It's a new experience, new relationship, a new being in Christ. ദൈവത്തിൽ മാത്രമേ നമുക്ക് ഒന്നായി തീരാൻ പറ്റുകയുള്ളൂ. എല്ലാ കാര്യത്തിലും കോമ്പറ്റീഷനുള്ളൊരു ലോകത്തിലാണ്. ഭാര്യയും ഭർത്താവും കൂടെ പോലും കോമ്പീറ്റ് ചെയ്യുന്നൊരു ലോകമാണ്. അവിടെ ഒന്നായി തീരണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ബൈ ഹ്യൂമൻ, ഇറ്റ്സ് ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ഈസ് പോസിബിൾ. ഈ ഒന്നായി തീരുന്ന അനുഭവത്തിൽ അതുകൊണ്ട് എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഒന്നിച്ച് ദൈവാലയത്തിൽ ആരാധിക്കുന്നവരായിരിക്കണം, ഒന്നിച്ച് ദൈവവചനം ധ്യാനിക്കുന്നവരായിരിക്കണം, ഒന്നിച്ച് ആത്മീക കാര്യങ്ങളിൽ മടി കൂടാതെ ഇടപെടണം. മാറ്റിവെക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രാർത്ഥന, പള്ളിപ്പോക്ക്, ആത്മീയ ജീവിതം. വേറൊന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആകരുത്. It should be the priority so that you will experience Christ Jesus in complete liveliness in your life, so that you can order your life in a best, cool, peaceful manner. അങ്ങനെ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കാൻ തക്കവണ്ണം ദൈവത്തിൽ ഒന്നായിത്തീരണം. The process begins now, already not united. The process is, this is a beginning. The sacrament is a beginning. A long way to go ahead. അവിടെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, കല്ലും മുള്ളൊക്കെ ഉണ്ടാകും. പക്ഷേ ദിസ് ഈസ് ദ കോൾ ഫോർ മീ. അതെപ്പോഴും ഓർത്തുകൊണ്ട് ഒന്നായി തീരാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. എവറി ടൈം ടേക്ക് എൻ എഫേർട്ട് ടു ബിക്കം വൺ, ബി യുണൈറ്റഡ്. അതുകൊണ്ട് എപ്പോഴും ഒന്നായി തീരുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരാളുടെ കുറ്റമാണ് എപ്പോഴും അറിയാവുന്നതെങ്കിൽ ആ ആളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആ കുറ്റമായിരിക്കും നമ്മുടെ ഓർമ്മയിൽ വരുന്നത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ലവ് withers away. സ്നേഹം ഉണ്ടാകത്തില്ല, വെറുപ്പ് കൂടിക്കൂടി വരും. എൻ്റെ ഒരു അധ്യാപകൻ അദ്ദേഹം പറഞ്ഞു,
അദ്ദേഹത്തിൻ്റെ ഒരു ചീത്ത സ്വഭാവം വറി ചെയ്യുമായിരുന്നു. കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ഹസ്ബൻഡ് കൗൺസിലിങ്ങിനായിട്ട് വന്നു. അദ്ദേഹം വന്നപ്പോൾ മുതലിരുന്ന് കരയുകയാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ സാറേ, എനിക്ക് എൻ്റെ ഉടുപ്പൂരി വീട്ടിൽ ഹാങ്ങറിലോട്ട് ഇടാൻ പറ്റത്തില്ല, എൻ്റെ പോക്കറ്റ് അടിക്കും. സോ ഈ 2 മണിക്കൂർ ഈ മനുഷ്യൻ അവിടെ കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഈ സാറ് പറയുകയാണ്, ഞാൻ അതൊന്നും കേട്ടില്ല. കുറിച്ചാണ് എൻ്റെ ഭാര്യ ഒരിക്കലും മോഷ്ടി എത്ര നല്ല കാര്യങ്ങൾ. And always try to be united. Union is an effort. It's not already given. It is an effort. It is a divine effort. With prayerfully, you can continue to be united in your experience. അതിന് വേദപുസ്തക അടിസ്ഥാനത്തിൽ, ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം സ്നേഹത്തെക്കാൾ ഉപരിയായി യു റെസ്പെക്ട് ഈച്ച് അതർ. ദാറ്റ് കംസ് ഫസ്റ്റ്. റെസ്പെക്ട് ഈച്ച് അതർ. റെസ്പെക്ട് ദി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പൂർണ്ണ കൂടെ വേണം. വളരെ കാഷ്വലാണ്, നമ്മൾ വിളിച്ച് വളരെ ഫ്രണ്ട്ലിയാണ്. പക്ഷെ ഒരു കാഷ്വൽ എക്സ്പീരിയൻസും ഒരിക്കലും ഉണ്ടാകരുത്. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരാളുടെ കുറവുകളും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന, അതൊന്നും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്ങും അല്ല ഞാനും. ഈ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് പരസ്പരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എവറി ടൈം യു ഗ്രോ ഇൻ ബെറ്റർ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സെർവിങ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദി അതർ. ഇത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രിൻസിപ്പിളാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിപ്പാനായി ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഭർത്താവ് നമ്മുടെ നാട്ടിലെയൊക്കെ ഉള്ളതുപോലെ ചാരുകസേറെ കിടക്കുക, ഭാര്യയെല്ലാം ചെയ്യുക, അങ്ങനെ അല്ല. ഭർത്താവ് കൊണ്ടുവരിക, ഭാര്യയായിട്ട് പേരും ഒരുമിച്ച് I do for the other. എപ്പോഴും ശ്രദ്ധിക്കുക. ഒരാൾ തന്നെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഹൗ കൻ ഐ ഹെൽപ്പ് യു? അങ്ങനെ പരസ്പരം എപ്പോഴും ഒരു കരുതലിൻ്റെയും താങ്ങിൻ്റെയും അനുഭവം മറ്റേ ആൾക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല തലമുറകൾക്കും വലിയ അനുഭവമായി തീരും. നോട്ട് സെർവ്ഡ് ബട്ട് ടു സെർവ് ഓൾവേസ്. That is a Christian principle of our life that should be practiced too everywhere in our life. So that family life will become beautiful, more comfortable. ശ്രമിക്കുമ്പോഴാണ് കർത്താവിൽ ഒന്നായിത്തീരുന്നത്. And of course there is love. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ കൊരിന്ത്യർ 13-ാം അധ്യായം നന്നായിട്ട് വായിക്കണം. 1 Corinthians chapter 13. It is song of love. പലതരത്തിലുള്ള സ്നേഹം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ പറയുന്ന സ്നേഹം അഗാപ്പെ ലവ് ആണ്, സാക്രിഫിഷ്യൽ ലവ്. എന്താണ് സാക്രിഫിഷ്യൽ ലവ്? സാക്രിഫിഷ്യൽ ലവ് ഈസ് one's own realization that I need the other one so that my life will become perfect and complete. So Navin, you say, Diya, I need you in my life so that my life will become perfect and complete. And Diya saying to Navin, I need you so that my life will become complete and perfect. So without you, I have shortcomings. അങ്ങനെ പരസ്പരം പറയുന്ന ലവിനെയാണ് നമ്മൾ അഗാപ്പെ ലവ് എന്ന് പറയുന്നത്, സാക്രിഫിഷ്യൽ ലവ് പറയുന്നത്. ആ തരത്തിലുള്ള സ്നേഹം 4 കാര്യം: respect, understanding, service, and agape love, which forms your life a united one. You become one flesh. And
And lastly, ദൈവഹിതം നിറവേറ്റുന്ന ദാമ്പത്യം. Fulfill the will of God. That is the mission in our life. There must be a mission in your life. Otherwise, you miss the point. If you are going to live only for yourself, you lose your life. Bible say it very clearly. നിങ്ങൾക്ക് വേണ്ടി മാത്രം സമ്പാദിക്കാനും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനും ആണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. That's not a Christian life. Sorry to say that. But you should have a mission statement. What you are going to contribute to this world, to this humanity, with a blessed life that God has given you. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധ്വാനിക്കാനുള്ള കഴിവ് കൊണ്ട്, നല്ലൊരു ഫാമിലി കൊണ്ട് നിങ്ങൾ എന്ത് നന്മയാണ് ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്നത്. That matters. That is going to define your life. ആത്മീയമായ ക്രിസ്തീയ കുടുംബജീവിതം നയിപ്പാൻ നവീനെയും ദിയായെയും ദൈവം തമ്പുരാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കാണുവാൻ തക്കവണ്ണം മനുഷ്യനോട് സ്നേഹവും കരുതലും ഉണ്ടായ ദൈവമേ, നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. സ്ത്രീയെയും തിരഞ്ഞെടുത്ത് പരസ്പരം മുഖം ദൈവത്തിൽ ഒന്നായിത്തീരുന്ന കുടുംബജീവിതം നയിപ്പാൻ സഹായിക്കണമേ. പരസ്പര ശുശ്രൂഷിക്കുന്ന കുടുംബജീവിതം നയിപ്പാൻ സഹായിക്കണം. ആത്മീക ജീവിതമുള്ള കുടുംബജീവിതം നയിപ്പാൻ സഹായിക്കണമേ. കുടുംബമായി ഈ ലോകത്തിന് മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന സുവിശേഷമുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ശുശ്രൂഷയെ വാഴ്ത്തണമേ. ഈ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കൾക്കായി, ബന്ധുമിത്രാദികൾക്കായി, വന്നു ചേർന്നിരിക്കുന്നവർക്കായി എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷയിലൂടെ ഈ പ്രിയമക്കൾ കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിന്റെ കരം ഇറങ്ങി ഇവരെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. മഹത്വം അവിടുന്ന് എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കും. ഇവരെയും കൃപയാൽ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. മാതൃകയോടെ ജീവിപ്പാൻ പ്രാപ്തി തരേണം നീ താതാ. സോദരെ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. കൃപയിൻ വാതിൽ തുറന്നവനേ
കേൾക്കുന്നവനേ, യാചനകൾ നൽകുന്നവനേ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതി. ബലഹീനനും ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ കുലിസ്ബാൻ ലവൽ മീൻ. Now we are going to pray to God to bless these couples, the same blessing which God placed on the forefathers and foremothers, their own grandparents and parents, just as God blessed Adam and Eve, Abraham and Sarah, Isaac and Rebekah, and all other ancestors of faith. That same blessing God is going to give to these his children. So let us all pray as the celebrant put the sign of cross. Bride and bridegroom also may put the sign of cross as the symbol of accepting and receiving the blessing of the Lord. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ആദം ഹൗവ എന്നവരെ വാഴ്ത്തിയ സർവേശൻ വിപുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ഇസഹക്ക് റഫ്ക എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. യാക്കോബ് റാഹേൽ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. മെസ്രനിൽ യൗസേഫിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാം തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യമൊന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ.
നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. കർത്തനെ രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ ഹാലേലൂയ, തവ രക്ഷയിലവനേറ്റം മോദിക്കും. നന്മയിൻ അനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ, മാന്യമമുടിതൻ ശിരസിൽ ചൂട്ടുന്നു ബാരയ്ക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാകമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളെയും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിങ്കൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൽ നിന്റെ ദയയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടെ ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പരിപൂർണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെയും തീർക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീ ആകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ ബബക്കൻ സബാൽ നവൽ മിൻ.
ജാതിൻ പുത്രി നീയെ സുന്ദരി ബഹുസുന്ദരി ശ്രീമോൻരാജൻ തിരുസഭയാം നിന്നെ വന്ദിക്കുന്നു. തേൻ കട്ടകൾ നിൻ അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീസാൻ കുസുമം പോൽ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മഷിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ വാഴ്ത്തുമോ. ഭാഗ്യവാനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും സ്ത്രീമാരുടെ സ്തുതി, കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എൻ്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പിൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. The congregation may kindly stand. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് വിശുദ്ധ ഭാഗജീവിതത്തെക്കുറിച്ച് അവൻ ഇപ്രകാരം ഉപദേശിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീക്ഷന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും
ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്നും അരുളി ചെയ്തുവെന്ന് ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൽ മുടിയേയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത അലങ്കാരത്താൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കഹനന്മാർ ശംശാനന്മാർ ദമ്പതികളെയും മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. രക്ഷകൻ നീതി മുടിയേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്രൻ
മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കകന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരത്താൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാക. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാഴ്മ കൊണ്ട് നിങ്ങളുടെ മണവാഴ്മയെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കരുസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിന്മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വ സംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ഹോശോ ബബക്കൻ സബാൽ നവോൽ മിൻ. ഏതൻ തോട്ടത്തിനുടയോനേ എന്നെ വേൽക്കുവാൻ വന്നവൻ നീ, ഇളം കാറ്റത്തു കൊണ്ടുപോകാൻ ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്താവേ എന്നെ വേളിക്കാൻ നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ, വിശുദ്ധനാം സത്യമണവാളാ, കരുണ ചെയ്യെന്നിൽ ശരണം നീയേ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൻ സ്വതന്ത്രതയും എൻ മണവറ ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നെ നീ. കള്ളന്മാരന്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെടുത്തു. തിരുസ്നേഹത്താൽ ഭേദിച്ചവരെ അടിമയിൽ നിന്നും ഞാൻ സ്വതന്ത്രയായി. ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തിയിടേണമേ നീ.
ദമ്പതികളെയും അവരവർ നാമത്തിൽ നീ വാഴ്ത്തുക ഇവരിൻ ജീവിതകാലം വെളിവിൻ ലോകേ നീ. ഈ നെഞ്ചനവും എന്നേക്കും വാഴ്ത്തപ്പെടേണം. വാഴ്ത്തിടണമേ ഇഹ പരലോകെ വാഴ്വാലിവരേ നീ. വാഴ്ത്തിയിടുക നിന്നടിയാർ വായ്കളിൻ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എൻ്റെ വാത്സല്യമുള്ള സഹോദരരെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുമ്പാകെയും സ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ ഏവൻഗേലിയോന്റെ മുമ്പാകെയും ഈ യോഗത്തിന് മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുമ്പാകെയല്ല അറിയുന്നവൻ്റെ മുമ്പാകെയും അത്രേ നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുവീൻ. ഇതാ, ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ഷമാഷന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും അന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലം കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വിശ്വാസികളായ ഏവരുമേ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി പ്രവർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Come forward. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിന് ഇടവകയായി നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും
വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയൊക്കെയും നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാര എസ്റ്റുവേർഡ്സ് ആണെന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വിലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും നിങ്ങൾ വളർത്തണം. പ്രകാരമുള്ള ക്രിസ്തു കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഇറങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനം മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. The service of the Holy Matrimony is completed here. Now the new couple will sign the marriage register and they offer their first offertory. The witnesses from both sides may come forward and put your signature. And the choir will sing a song. സ്വർഗം തീർത്തിടുവാനായി ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. സ്വർഗസ്ഥിതനാം പിതാവിനോട് നിറവിഴിയോടെ കേഴുന്നു. സ്വർഗസ്ഥിതനാം പിതാവിനോട് നിറമിഴിയോടെ കേഴുന്നു. ഈ ഭൂമിയിൽ സ്വർഗം തീർത്തിടുവാനായി ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. Oh, yes. കാണപ്പെടുന്ന ദൈവങ്ങളല്ലോ മാതാപിതാക്കൾ നിങ്ങൾ. ത്യാഗത്തിന്റെ പ്രതീകവുമായി പ്രാർത്ഥന തൻ ശക്തിയുമായി ഉത്തമ സന്താനങ്ങൾക്ക് ജന്മം നൽകുക നിങ്ങൾ. ഉത്തമ സന്താനങ്ങൾക്ക് ജന്മം നൽകുക നിങ്ങൾ. ഈ ഭൂമിയിൽ സ്വർഗം തീർത്തിടുവാനായി ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപങ്ങൾ. സ്നേഹസാന്ദ്രമാം സമൂഹത്തിനു മാതൃകയാകൂ നിങ്ങൾ. യേശുനാഥനിൽ അഭയം തേടുക നീയും നിന്നുടെ കുടുംബവും. യേശുനാഥനിൽ അഭയം തേടുക നീയും നിന്നുടെ കുടുംബവും. ഈ ഭൂമിയിൽ സ്വർഗ
തീർത്തിടുവാനായി ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. ആ തിരുകുടുംബം പോലെ നവമൊരു കുടുംബം തീർക്കുക നീ. In the name of Father, Son, and Holy Spirit, I introduce the new couple, new family, Navin and Tia.